ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ഉത്തരം ശനിയാണ്. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമേത്? ഉത്തരം വ്യാഴമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം? ഉത്തരം ബുധൻ ശുക്രൻ എന്നിവയാണ് സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ. ഏറ്റവും ചൂട് കൂടിയതും ഏറ്റവും തിളക്കമുള്ളതുമായ ഗ്രഹമേത്? ഉത്തരം ശുക്രനാണ് ഏറ്റവും ചൂട് കൂടിയതും ഏറ്റവും തിളക്കമുള്ളതുമായ ഗ്രഹം. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ചൊവ്വയാണ് തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം യുറാനസ് ആണ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം. നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം നെപ്റ്റ്യൂണാണ് നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം വികിരണം എന്നാൽ മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. ഒരു ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കപ്പെടുന്ന ഒരു വലിയ ബലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ആവേഗബലം. ഇതിനുദാഹരണമാണ് ചുറ്റിക ഉപയോഗിച്ച് ആണി അടിച്ചു കയറ്റുന്നത്. ആവേഗബലം എന്നാൽ ഒരു ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കപ്പെടുന്ന ഒരു വലിയ ബലമാണ്. ഇതിന് ഉദാഹരണം ചുറ്റിക ഉപയോഗിച്ച് ആണി അടിച്ചു കയറ്റുന്നത്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ആവൃത്തി എന്നാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ്. ഒരേ സ്ഥലത്ത് എത്തുന്ന ഒന്നിലേറെ പ്രകാശതരംഗങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം വ്യതികരണം എന്നാൽ ഒരേ സ്ഥലത്ത് എത്തുന്ന ഒന്നിലേറെ പ്രകാശതരംഗങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പ്രതിഭാസമാണ്. പ്രകാശം അന്തരീക്ഷവായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിപതനം ഏതു പേരിൽ അറിയപ്പെടുന്നു? വിസരണം എന്നാൽ പ്രകാശം അന്തരീക്ഷവായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിപതനമാണ്. സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങളിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനമുണ്ടാകുന്നു. ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? അപവർത്തനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപവർത്തനം എന്നാൽ സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങളിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനമുണ്ടാകുന്ന പ്രതിഭാസമാണ് അപവർത്തനം.